ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് എനർജിയാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എന്താണ് ചിന്തിക്കുന്നത്, എന്ത് ആക്ഷനാണ് എടുക്കുന്നത്, ഏത് സാഹചര്യത്തിലാണ് ഉള്ളത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ചാണ്. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യം മാത്രം എടുക്കാം, ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. ഇപ്പം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് എന്നാണ് നോക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് സ്നേഹം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹമുണ്ടെങ്കിലും ആളൊരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളൊരു നോ കോണ്ടാക്റ്റിലൊക്കെ ആണെങ്കിൽ ആളൊരു വെയിറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഈ ഒരു സമയം മാറി വരും. നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ഇപ്പോഴുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ചിന്താഗതി എന്ന് വെച്ചാൽ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആൾ നിങ്ങളെ ഒരുപാട് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴുള്ള സമയം, ആ ഒരു സമയത്തിന് വേണ്ടിയാണ് ആൾ കാത്തിരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി കേട്ടോ. നിങ്ങളൊരു നോ കോണ്ടാക്റ്റിലൊക്കെ പോയിരിക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താ പറയുക മനസ്സിലാക്കി തുടങ്ങും. ചിലപ്പോൾ നിങ്ങളെതിരെ കാസ്റ്റൊക്കെ വേറെ കാസ്റ്റൊക്കെ വേറെ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഇതൊക്കെ ഏജ് വ്യത്യാസം ഉണ്ടാവും നിങ്ങൾ തമ്മിൽ, കാസ്റ്റ് വേറെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് കാണുന്നുണ്ട്. കൂടാത്തതിന് നിങ്ങളെ ആൾക്കൊരു മാരേജിലൊക്കെ എത്തിച്ചേർക്കണം എന്നൊക്കെ ഉണ്ട് നിങ്ങളുടെ വ്യക്തിക്ക്. ആൾ ചിന്തിക്കുന്നുണ്ട് നന്നായി നിങ്ങളെക്കുറിച്ച്. ഈ ഒരു ബന്ധം മാരേജിലൊക്കെ കൊണ്ടുപോകണം. കൂടാത്തതിന് നിങ്ങളെ ആൾ എന്താ പറയുക, ആളുടെ ഒരു ഡെസ്റ്റിനി ആയിട്ട് കൂടി ആൾ കണക്കാക്കുന്നുണ്ട് നിങ്ങളെ. നിങ്ങളുമായിട്ട് ആൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുമായി വീണ്ടും തുടങ്ങണം. ഇതൊരു നോ കോണ്ടാക്റ്റോ ബ്രേക്കപ്പിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് നല്ല പോലെ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു കഴിവുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കും. അതേപോലെ നിങ്ങൾ വിചാരിച്ചാൽ എന്തും നേടിയെടുക്കാൻ പറ്റും. അതേപോലെ നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ എല്ലാ ഗുണങ്ങളും അറിയാവുന്ന ഒരു പേഴ്സൺ അത് നിങ്ങൾ മാത്രമാണ് എന്നാണ് ഇവിടെ നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത്. ഒരുപാട് ആഗ്രഹം, ഒരുപാട് ആവേശമുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി. കാരണം നിങ്ങളെ ഒരു വൈഫിനെ പോലെയാണ് കാണുന്നത്. അല്ലെങ്കിൽ ആളുടെ കുറച്ച് പേർക്ക് ആളുടെ കുട്ടികളുടെ അമ്മയായിട്ട് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ കുറച്ച് പേരുടെ വ്യക്തിയുടെ കാര്യമാണ് പറയുന്നത്. കാരണം നിങ്ങളെന്ന് പറയുന്നത് ഒരുപാട് എന്താ പറയുക, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ ഒരുപാട് കെയറൊക്കെ കൊടുക്കുന്ന, ഒരുപാട് നിങ്ങളുടെ വ്യക്തിനെ നിങ്ങൾ അത്രമാത്രം നോക്കിക്കാണുന്ന ഒരു പേഴ്സണായിരിക്കും നിങ്ങളെന്ന് പറയുന്നത്. അത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളാണ് അവരുടെ യഥാർത്ഥ പാർട്ട്ണറെന്നും നിങ്ങളാണ് അവരെ എന്താ പറയുക, അവരുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കുന്ന ഒരു പേഴ്സണാണ് നിങ്ങളെന്ന് ഈ ഒരു ഹെർമിറ്റ് കാർഡ് ഇതൊക്കെ ചിന്തിക്കുന്നത് ഈ സമയത്ത്. ഒരു നോ കോണ്ടാക്റ്റിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ചിന്തിക്കുന്നത് ആളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയൊരാൾ നിങ്ങളാണ്. നിങ്ങളുണ്ടെങ്കിലാണ് ആൾക്കൊരു തൃപ്തി ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആളുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളും അറിയുന്നതും നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾക്ക് തന്നെ എങ്ങനെ നിങ്ങളെ പേഴ്സണെ മുന്നോട്ട് കൊണ്ടുപോകണം, ഏത് രീതിയിലും നിങ്ങളുടെ വ്യക്തിനെ എന്താ പറയുക അത്രമാത്രം കാത്തു സൂക്ഷിച്ച് പൊന്നുപോലെ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് ആ വ്യക്തി ഈ സമയത്ത് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ. ഇവിടെ ഒരുപാട് പ്രണയം, ഇതൊരു ദിവ്യമായ പ്രണയം എന്ന ആൾ തിരിച്ചറിയുന്നുണ്ട്. ഒരുപാട് പ്രണയമുണ്ട് നിങ്ങളുടെ അടുത്ത്. നിങ്ങളെന്ന് പറയുന്നത് ആളുടെ ഒരു റൊമാൻറ്റിക് പാർട്ട്ണറാണ്. നിങ്ങളോട് ചെലവഴിക്കുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് മറ്റൊന്നിലും അത് കിട്ടുന്നുണ്ടാവില്ല. നിങ്ങളും ഒത്തുചേരുന്ന ആ ഒരു സമയമെന്ന് പറയുന്നത് ആളെ സംബന്ധിച്ച് അതൊരു ഭാഗ്യമായിട്ട് ആൾ കാണുന്നുണ്ട്. ആളുടെ ജീവിതത്തിൽ കിട്ടിയത് തന്നെ അതൊരു ഭാഗ്യമാണ്. ആളുടെ ഭാഗ്യം കൊണ്ട് നിങ്ങളെ കിട്ടിയത് എന്നൊക്കെ ആൾ വിചാരിക്കുന്നുണ്ട്. എന്തൊക്കെ സാഹചര്യത്തിലാണെങ്കിലും ആളുടെ മനസ്സെന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ് എന്നാണ് ഇവിടെ കാണുന്നത്. എന്ത് നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പിലേക്കാണ് നിങ്ങളുടെ ബന്ധം പോകുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ആൾ റിസ്ക് എടുക്കും. നിങ്ങളിലേക്ക് വരാനാണ് ആൾ കൊതിക്കുന്നത്. നിങ്ങളെ ചിലപ്പോൾ ആളൊരു കോൾ വിളിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുമൊത്ത് വീണ്ടും ഈ പ്രണയം സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ആൾ ചിന്തിക്കുന്നത്. നിങ്ങളെ എന്താ പറയുക,
അതിനുവേണ്ടി ആൾ യാത്ര ചെയ്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് പേരുടെ വ്യക്തികൾ നിങ്ങളുമൊത്ത് ഒരു യാത്ര പുറപ്പെടാനൊക്കെ ഒരു യാത്ര അതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോകണമെന്നൊക്കെ വിചാരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്കെല്ലാം നിങ്ങൾ 2 പേരും കൂടി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളും ഒത്തൊരു യാത്ര പോകണം, തിരിച്ച് വന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്കൊന്ന് പോകണം, നിങ്ങളെയും കൂട്ടി പോകണം എന്നൊക്കെയാണ് ആളുടെ മനസ്സിലിപ്പോൾ. നല്ല നല്ല ആഗ്രഹങ്ങളാണ് കേട്ടോ വരുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങൾ ഒരുപാട് പ്രതീക്ഷ ഉണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് കേട്ടോ. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ച് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് കേട്ടോ നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി ഒത്തിരി സ്വപ്നം കാണുന്നുണ്ട് കേട്ടോ. ഒത്തിരി സ്വപ്നം കാണുന്നത് മാത്രമല്ല, നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളെന്ന് പറയുന്നത് ആൾക്ക് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും നല്ലൊരു പേഴ്സണാണ് എന്നാണ്. അപ്പം നിങ്ങളെ കിട്ടിയതുപോലും ചിലപ്പോൾ ആൾ എന്താ പറയുക, അത്രമാത്രം ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കണം, അത്രമാത്രം റിസ്ക് എടുത്തിട്ടുണ്ടാവണം നിങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി. ആൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ നേടി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിങ്ങളെ അവർക്ക് ലഭിച്ചത്. ഈ ഒരു സമയത്ത് ആൾ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളും ആളെ ഈ നോ കോണ്ടാക്റ്റിലാണെങ്കിൽ നിങ്ങൾ ആളെ ഈ സമയത്ത് ആളെ ഓർക്കുന്നുണ്ടോ എന്നൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ആൾ ചിന്തിക്കുന്നത് കേട്ടോ. അത്ര പ്രണയം നിങ്ങളടുത്തുണ്ട് നിങ്ങളുടെ വ്യക്തി കേട്ടോ. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ എത്രയൊക്കെ സ്നേഹമുണ്ടെങ്കിലും ആൾ കുറച്ചൊക്കെ ഉത്തരവാദിത്തമൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആവാനാണ് സാധ്യത. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആൾ എന്താ പറയുക, ഒരു എംപറർ പൊസിഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സൊസൈറ്റിയിലൊക്കെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയിലൊക്കെ ഒരു ഉയർന്ന ഒരാളായിരിക്കാം, എല്ലാവരും ബഹുമാനിക്കുന്ന ആളായിരിക്കാം, ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ള ആളായിരിക്കാം. അതേപോലെ എത്ര സ്നേഹമുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ എത്ര സ്നേഹമുണ്ടെങ്കിലും അത് അടക്കി പിടിക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ ആൾക്ക് ഉണ്ട്. അതായത് നിങ്ങളടുത്ത് ഒറ്റയടിക്ക് നിങ്ങൾ തന്നെ ചിന്തിക്കും, ഒരുപാട് സ്നേഹമുണ്ട്, പക്ഷെ അത് അങ്ങനെ കാണിക്കുന്നുണ്ടാവില്ല നിങ്ങളടുത്ത്. അതായത് എന്താ പറയുക, ചില നേരങ്ങളിൽ കേട്ടോ നിങ്ങളുടെ വ്യക്തിക്ക് കുറച്ച് ഈഗോ ഒക്കെ ഉള്ള വ്യക്തിയായിരിക്കാം, കുറച്ച് കൺട്രോളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ വ്യക്തി. കുറച്ച് പേര്, ഇതൊരു ജനറൽ ആയതുകൊണ്ട് കുറച്ച് എനർജി കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റീസണേറ്റ് ആവുമോയെന്നറിയില്ല, അപ്പോൾ ഇത് എത്രമാത്രം റീസണേറ്റ് ആവുമോയെന്നറിയില്ല നിങ്ങൾക്ക്. അപ്പോൾ കുറച്ച് പേരുടെ വ്യക്തി അങ്ങനെ ഒരു കൺട്രോളൊക്കെ ഉള്ള വ്യക്തി, കുറച്ച് ഈഗോയിലൊക്കെ, പക്ഷെ ഒരുപാട് സ്നേഹം നിങ്ങളുടെ അടുത്തുണ്ട് ആൾക്ക്. ഉത്തരവാദിത്തമൊക്കെ ഉള്ളത് കൊണ്ടും ആൾ എന്താ പറയുക, അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിനെ നമുക്കിവിടെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾ തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പിണക്കം എനിക്ക് നല്ല പോലെ കാണുന്നുണ്ട്. കുറച്ച് സംസാരിക്കാതിരിക്കുക, നിങ്ങൾ കുറേ നാളായിട്ടുണ്ടാവും ഈ വ്യക്തിയോടൊന്ന് സംസാരിച്ചിട്ട്. അതൊക്കെ ഓർത്ത് ചിന്തിച്ച് ഇപ്പോൾ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങളെ കുറച്ച് പേരുടെ വ്യക്തി കുറച്ച് കൺട്രോളൊക്കെ ചെയ്ത് നിൽക്കുന്ന നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുക, നിങ്ങളെ അവർ പറഞ്ഞ രീതിയിൽ നിങ്ങൾ നിന്നിരിക്കണമെന്ന് ഉള്ള ആ ഒരു ഇതിലൊക്കെ നിൽക്കുന്ന വ്യക്തിനെയും കുറച്ച് പേരുടെ വ്യക്തി അങ്ങനെയും കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ വീണ്ടും നിങ്ങളുമൊത്ത് ഒരു ജീവിതം ഉണ്ടാകും എന്നാണ് പറയുന്നത്. വീണ്ടും ഒരു പുതിയൊരു വഴിത്തിരിവിലേക്ക് ഇത് കൊണ്ടുപോകണമെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് ആഗ്രഹമുണ്ട്. ഒരു മാരേജിലൊക്കെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഒരു റിയൂണിയനിലേക്ക് ഇത് എത്തിക്കണം, അല്ലെങ്കിൽ ഇനി ഈ ഒരു ബന്ധം മുന്നോട്ട് നല്ല രീതിയിൽ പോകണം എന്നൊക്കെയാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ കണ്ടോ, നിങ്ങളിലേക്ക് യാത്ര ചെയ്ത് വരണം. ഇതൊരു കുറച്ച് ലോങ് ആണ്, ഒരു ലോങ് ഡിസ്റ്റൻസ് ആണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഉള്ളതാണെങ്കിൽ ആൾ നിങ്ങളിലേക്ക് വരും എന്നാണ് ഇവിടെ കാണുന്നത്. യാത്ര ചെയ്ത് വരണം, കുറച്ച് ദൂരെയുള്ള പേഴ്സൺ ആയിരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആളുടെ ഫാമിലിയോടൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ട് വേണം നിങ്ങളിലേക്കൊക്കെ എത്താനുള്ള. അങ്ങനെ കുറച്ച് പേരുടെ എനർജി അങ്ങനെയുണ്ട്, ഫാമിലിയോടൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ ചുറ്റും എന്തും ആവാം. ആൾക്കിപ്പോൾ ഒരു മാരേജിലൊക്കെ പോവുകയാണെങ്കിൽ വീട്ടുകാരെ സമ്മതമൊക്കെ വേണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിൽ നിൽക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ കണ്ടോ, വീണ്ടും നിങ്ങളിലേക്ക് വരുന്ന ഒരു
പേഴ്സണെയാണ് കാണുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ മാരേജ് കഴിക്കാനൊക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ, നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വരും. നോ കോണ്ടാക്റ്റിൽ പോയവർക്കും ബ്രേക്കപ്പ് ആയവർക്കും ഇനിയിപ്പോൾ പിണങ്ങി നിൽക്കുന്നവർക്കും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് ഉള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കരമായ സ്നേഹമാണ്. തേർഡ് പാർട്ടി എന്ന് പറയുന്ന അവരെ വീട്ടുകാർ അങ്ങനെയാണ് കാണുന്നത്. അല്ലാത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊന്നും എനിക്കിവിടെ കാണുന്നില്ല. എല്ലാം കൊണ്ടും കാർഡ്സ് കിട്ടിയത് നല്ല കാർഡ്സാണ്. ഒരുപാട് പ്രണയം നിങ്ങളുടെ അടുത്തുണ്ട്, നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്, ഒരു ദൈവിക കണക്ഷൻ കാണുന്നുണ്ട്. എല്ലാം കൊണ്ടും ഒരു നിങ്ങൾക്ക് അനുയോജിച്ച ഒരു ഹസ്ബൻഡാണ്, അല്ലെങ്കിൽ അനുയോജിച്ച ഒരു ആളാണ്, അനുയോജിച്ച ഒരു ഭർത്താവാണ്, അല്ലെങ്കിൽ ഭാര്യയാണ് എന്നൊക്കെയാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത് കേട്ടോ. നിങ്ങളുടെ വ്യക്തി നിങ്ങളെയും തിരിച്ച് അങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ഒരു മാരേജ് റിയൂണിയൻ ഇതൊക്കെ പോസിബിൾ. എന്തുണ്ടെങ്കിലും നിങ്ങളത് പറഞ്ഞു തീർത്ത് നല്ല രീതിയിലാണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. കാരണം ഇവിടെ ലവേഴ്സ് കാർഡ് കിട്ടിയിട്ടുള്ളതുകൊണ്ട് നിങ്ങളുടെ ഇതൊരു ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിടാൻ സാധിക്കില്ല. ആ കണക്ഷൻ എന്ന് പറയുന്നത് ഒരു ഉറപ്പുള്ള ഒരു കണക്ഷനാണ്. അങ്ങനെയൊന്നും ഇതൊരു ഇതൊരു ഒരു ഡെസ്റ്റിനി, നിങ്ങളുടെ ഒരു ഡെസ്റ്റിനിയാണ് നിങ്ങളുടെ ബന്ധം. ഡെസ്റ്റിനിയുള്ള ഒരു പേഴ്സണാണ് ഇത് എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെയോ ഈ പേഴ്സൺക്ക് നിങ്ങളെയോ ഒരിക്കലും ജീവിതകാലം മുഴുവൻ ഇതൊരു വിടാൻ ആവില്ല. ഇതൊരു ലൈഫ് ലോങ് നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമാണ് നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതാർക്കൊക്കെ റെസനേറ്റ് ആവുമെന്നറിയാൻ കുറച്ച് ക്ലോസ് എടുത്ത് നോക്കുന്നുണ്ട് ഞാൻ കേട്ടോ. ഡിസംബർ ഐ എന്ന് കിട്ടിയിട്ടുണ്ട്. ജ്യോതി, പൂയം, ജി, ജൂൺ, ചിത്തിര, മാർച്ച്, ഫെബ്രുവരി, പുണർദം. വൈറ്റ് ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരും, അല്ലെങ്കിൽ മിസ് ചെയ്യുന്നുണ്ടാവും നിങ്ങളെ ഒരുപാട്. ബ്ലൂ ബട്ടർഫ്ലൈസിനെ കണ്ടാലും ഉറപ്പിച്ചോളൂ, വ്യക്തി വരാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. ടി എന്ന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ പൂരുരുട്ടാതി, യമ്മ, 11 മൂലം, ബി കേട്ടോ, ബി, തൃക്കേട്ട, കെ, എഫ്, ഭരണി നക്ഷത്രമാണ്. ഈ മാരേജിലൊക്കെ ഇത് പോകും കേട്ടോ, ഉറപ്പിച്ചോളൂ. നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുമായി ഒരു മാരേജ് കാണുന്നുണ്ട്. എക്സ്, അത്തം, ഒക്ടോബർ, നവംബർ, കാർത്തിക, സി എന്ന് കിട്ടിയിട്ടുണ്ട്. സി, ജൂലൈ, അതേപോലെ ജെ കിട്ടിയിട്ടുണ്ട്. ജെ, രോഹിണി കിട്ടിയിട്ടുണ്ട്. ക്യൂ കിട്ടിയിട്ടുണ്ട്. ക്യൂ, തിരുവാതിര, അതേപോലെ ഇത് മെയ് കേട്ടോ. വൈ, തിരുവാതിര വീണ്ടും കിട്ടിയിട്ടുണ്ട്. പി എന്ന് കിട്ടിയിട്ടുണ്ട്. യു കിട്ടിയിട്ടുണ്ട്. 5 കിട്ടിയിട്ടുണ്ട്. 42, 13, 38, 29, 46, 18, 20, 3, 30, 45, 33, 19, 24, 47, 14, 35, 10, 43, 49, 36, 31 കേട്ടോ. 31, 40, 7 കിട്ടിയിട്ടുണ്ട്.
1 കിട്ടിയിട്ടുണ്ട്, 14 കിട്ടിയിട്ടുണ്ട്, ഇത് 16 കേട്ടോ, 16. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരും. എന്ത് നോ കോണ്ടാക്റ്റ് ആയാലും അല്ലെങ്കിലും, നോ കോണ്ടാക്റ്റിലേക്ക് അല്ലെങ്കിലും നിങ്ങളുടെ വ്യക്തി ഈ സമയത്ത് നിങ്ങളെക്കുറിച്ച് നല്ല ചിന്തയാണ്. ഇതിൽ യാതൊരു തട്ടിപ്പും ഇതൊന്നും കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, സന്തോഷിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങളെക്കുറിച്ച്. നീ എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയോട് ക്ഷമിക്കുമെന്ന് ആൾക്കറിയാം നല്ല പോലെ. നിന്നെ മറന്നുള്ള ഒരു ജീവിതം എനിക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെ മറക്കില്ല. ആൾക്ക് അങ്ങനെ ഒരു ജീവിതമില്ല എന്നാണ് പറയുന്നത്. നീ എൻ്റെ സോൾമേറ്റ് ആണ്, അതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. സോൾമേറ്റ്, ട്വിൻ ഫ്ലെയിം എന്തോ ആവാം. അപ്പോൾ അതാണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക് യു യൂണിവേഴ്സ്.